ഇവിടെ ആമുഖ ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലും എല്ലാം പറഞ്ഞ മരണം അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ മരണത്തിൻ്റെ കവാടത്തിൽ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. നമ്മുടെ വീട് വിട്ട്, നമ്മുടെ സ്വത്ത് വിട്ട്, നമ്മുടെ മാതാപിതാക്കളെ വിട്ട്, നമ്മുടെ കരളിൻ്റെ കഷ്ടമായ പ്രിയപ്പെട്ട മക്കളെ വിട്ട്, നമ്മുടെ ഓമനയായ നമ്മുടെ മക്കളെ വിട്ട്, നമ്മുടെ സഹധർമ്മിണിയായ ഭാര്യയെ വിട്ടുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, സുഖഭോഗങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ. പല ആളുകളും അത് ഓർക്കുന്നില്ല അല്ലേ? നമ്മുടെ വിവാഹത്തിന്റെ ആദ്യത്തെ സുദിനം ഇപ്പോഴും ഓർക്കുന്നവരില്ലേ? അതിന്റെ CD ഇങ്ങനെ ഇട്ട് കാണുക, ആൽബത്തിലെ ഫോട്ടോകൾ മറിക്കുക, അതിടക്കിടക്ക് മണിയറയിൽ ഇങ്ങനെ പങ്കുവെക്കുന്ന യുവമിഥുനങ്ങളില്ലേ, നമ്മളില്ലേ? ഇന്നും നല്ല ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്ന ദമ്പതികൾ ഇപ്പോഴും അത് ഓർക്കാറുണ്ട് അല്ലേ? എന്താണ് ആ സുദിനത്തിന്റെ പ്രത്യേകത? അന്ന് പന്തലിൽ ഇങ്ങനെ വസ്ത്രം ധരിച്ച്, പുതുവസ്ത്രം ധരിച്ച് കാത്തു നിൽക്കും. ക്ഷണിച്ചവരെല്ലാം വരും, പുഞ്ചിരിയോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തും. സമയമായി കഴിഞ്ഞാലോ പുതിയാപ്പിളയെ വേഗം കൊണ്ടുപോകും. അവൻ കുളിച്ചു വന്ന്, അന്ന് ഒറ്റക്കാവൻ കുളിച്ച് അവൻ്റെ മണിയറയിൽ കൊണ്ടുപോയി പുതുവസ്ത്രം കൂട്ടുകാരൊക്കെ ധരിപ്പിച്ചു കൊടുക്കും. അങ്ങനെ സുഗന്ധം പൂശി എല്ലാവരും കൊണ്ടുവന്നവനെ പന്തലിൻ്റെ നടുവിലിരുത്തും. എല്ലാവരും ഒരു നോക്ക് കണ്ട് കൈകൊടുത്ത് സലാം ചൊല്ലി സന്തോഷങ്ങൾ പങ്കിട്ട് 4 വീലുള്ള മനോഹരമായി അലങ്കരിച്ച കാറിലേക്ക് കൂട്ടുകാരുടെ അകമ്പടിയോടുകൂടി അവൻ കയറും. അങ്ങനെ കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരികളോടൊപ്പം കൈകൊട്ടി തമാശകൾ പറഞ്ഞ് അങ്ങനെ പോകും. അവിടെ വന്ന് നിക്കാഹ് കഴിഞ്ഞ്, അല്ലെങ്കിൽ അവൻ അള്ളാഹു നിശ്ചയിച്ച ഇണയുമായി അവൻ തിരിച്ചതാ കാറിൽ വരികയാണ്. ആ കാറിനകത്ത് ശീതീകരിച്ചിട്ടുണ്ട്. ആ കാറിലെ ഉന്നതമായ സൗകര്യങ്ങളിലാണ് അവനിങ്ങനെ ആ മനസ്സിലെന്തെന്നില്ലാത്ത ആഹ്ലാദത്തിൻ്റെ പ്രത്യേകമായ ഒരു മട്ടിലിങ്ങനെ നിന്ന്, അങ്ങനെ അവസാനം അവനെ കൂട്ടുകാരികൾ ആ മണിയറയിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അവിടെ സഹോദരങ്ങളെ ആ കവാടമങ്ങ് കുറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ സോഫ്റ്റായ തലേനയുണ്ട്, ബെഡുണ്ട്, മുല്ലപ്പൂവിൻ്റെ അകമ്പടിയുണ്ട്, AC കണക്ഷനുണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. കിളിവാതിലൂടെ ആവശ്യപ്പെടുന്ന എല്ലാം നൽകുന്ന വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. ആ വാതിലങ്ങ് അടച്ചു കളഞ്ഞാൽ പിന്നെ അത് എപ്പോഴാണ് തുറക്കേണ്ടത്? അത് തീരുമാനിക്കുന്നത് ആ യുവ മിഥുനങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനിയും വരാനുണ്ട് നമുക്കിതുപോലെ തന്നെ ഒരു ആദ്യ രാത്രിയും ഒരു ആദ്യ പകലും. അതേതാ? അത് നമ്മുടെ മരണത്തിൻ്റെ അന്നത്തെ പകലാണ്, രാത്രിയാണ്. അന്ന് കല്യാണ ദിവസം കൂട്ടുകാർ വന്നുകൊണ്ട് ചോദിച്ചില്ലേ എപ്പോഴാണ് പുതിയാപ്പിള പുറത്തിറങ്ങുന്നത് എന്ന്? അതേ കൂട്ടുകാർ തന്നെ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ, അവർ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴാണ് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നത്? കല്യാണ ദിവസം നീ ഒറ്റക്കാണ് കുളിച്ചതെങ്കിൽ യുവാവേ, യുവതിയെ, സഹോദരാ, സഹോദരി, മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ നിന്റെ കൂട്ടുകാർ നിന്നെ കുളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? കല്യാണ ദിവസം നീ പുതുവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ സുഗന്ധം പൂശിയിട്ടുണ്ടെങ്കിൽ, മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ നിന്റെ കൂട്ടുകാർ നിനക്ക് ഈ കഫൻ പുടവ എന്ന പുതുവസ്ത്രം ധരിപ്പിച്ചു തരികയല്ലേ ചെയ്യുന്നത്? അതിന്മേൽ പയനീർ തെളിച്ച് സുഗന്ധം പൂശി അതിൽ അത്തർ പുരട്ടി തരികയല്ലേ ചെയ്യുന്നത്? കല്യാണ ദിവസം നീ വീട്ടുമുറ്റത്ത്, അല്ലെങ്കിൽ നിന്റെ വീടിനെ ഉമ്മരപ്പടിക്ക് പുറത്ത്, ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന്, ആ പൂമുഖത്ത് നിന്ന് ഒരു നോക്കി കാണാൻ വേണ്ടി അവസാനമായി ആ കട്ടിൽ കിടത്തിയിട്ട് മുഖമൊന്ന് മാറ്റുമ്പോൾ അവിടെ ഏതാ വാപ്പ വരികയാണ്, ഉമ്മ വരികയാണ്, കൂട്ടുകാർ വരികയാണ്, ഓമന മക്കൾ വരികയാണ്, മണവാട്ടിയായ ഭാര്യ വരികയാണ്. ആ മരണത്തിൻ്റെ ദിവസത്തിലതാ അവർ നിന്റെ കൽത്തടങ്ങളിൽ ഉമ്മ വെക്കുകയാണ്. ആ രൂപത്തിലുള്ള വിഷമം നിറഞ്ഞ ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങള്? എന്താണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്? മൈനറിയത്തീമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയോ വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നോ പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിച്ചതത്ഭുതമല്ലേ, വാവിട്ട് നിലവിളിച്ചതത്ഭുതമല്ലേ. അതാ ഭാര്യ കരയുകയാണ്, അതുപോലെ തന്നെ ഓമന മക്കൾ കരയുകയാണ്. പാപ്പാ ഞങ്ങളെ യതീമാക്കി പോവുകയാണോ? ആര് കരഞ്ഞിട്ടെന്താണ് സഹോദരങ്ങള്? ആര് കരഞ്ഞിട്ടെന്താണ്? യാതൊരു രക്ഷയുമില്ലല്ലോ. പോയ റൂവിനെ തിരിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. 4 വീലുള്ള മനോഹരമായ കാറിലേക്ക് അന്ന് നീ സന്തോഷത്തോടുകൂടി നിന്റെ കാലുകൊണ്ട് നീ നടന്നാണ് കയറിയിരുന്നതെങ്കിൽ സഹോദരാ, സഹോദരി, മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ 6 കാലിലും മയ്യത്തും കെട്ടിലാകുന്ന വാഹനം നിന്റെ
വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയല്ലേ ചെയ്യുന്നത്, അതിൽ നിന്നെ താങ്ങി കടത്തുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ നീ കല്യാണ ദിവസം മണിയറയിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിനക്ക് സോഫ്റ്റായ മെത്തയാണുള്ളത്, അവിടെ നിനക്ക് ഇന്റർനെറ്റ് കണക്ഷനാണുള്ളത്, അവിടെ നിനക്ക് എല്ലാ നിലക്കുമുള്ള എല്ലാ സൗകര്യങ്ങളുമാണുള്ളത്. എന്നാ പ്രിയപ്പെട്ട സഹോദര, ഖബറാകുന്ന ദിവസം, മരണമാകുന്ന ദിവസമുണ്ടല്ലോ, നീ ചെന്നു ചേരുന്ന നിന്റെ മണിയറയാകുന്ന ഖബറ് അത് കൂരിരുട്ടിന്റെ താവളമാണ്, അത് ശിക്ഷകളുടെ കേന്ദ്രമാണ്. അവിടെ നിനക്കുള്ളത് എന്താണ്? അവിടെ നിനക്കുള്ളത് മണ്ണിന്റെ തലയിണയാണ്, അതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരുഭിത്തിയാണ് അതിലുള്ളത്, മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ, അതിലുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോലി സിറാഫിൽ സൂക്ഷിക്കുന്നതാ. അന്ന് മണിയറ നമ്മളാണ് കുറ്റിയിട്ടതെങ്കിൽ സഹോദരങ്ങളെ, ആ ദിവസത്തിലുള്ളത് ആ ഖബറാകുന്ന ഇരുട്ടിന്റെ കേന്ദ്രത്തിൽ നമ്മളെ കൊണ്ടുവച്ച് പിരിഞ്ഞു പോയാ കുഴിച്ചിട്ട സ്ഥലമിൽ കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ, അവനേകനായി കഴിഞ്ഞതത്ഭുതമല്ലേ. അവിടെ ഏകനായി കഴിയുകയാണ്, കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴുത്തുന്നതത്ഭുതമല്ലേ, കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ. സഹോദരി, ഭർത്താവിന്റെ മുമ്പിൽ മാത്രം കാണിക്കേണ്ട നിന്റെ സൗന്ദര്യമുണ്ടല്ലോ, ആ ഭാവമുണ്ടല്ലോ, ആ നിന്റെ ശരീരത്തിന്റെ മെയ്വഴക്കുകളുണ്ടല്ലോ, അങ്കലാവണ്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നീ സുഗന്ധം ഉപയോഗിച്ച് അനിസ്ലാമിക വേഷം ധരിച്ച് പിരികം പ്ലഗ് ചെയ്ത് പല്ല് ഭംഗിയുള്ളതായിട്ടും പിന്നെയും മോഡലിന് വേണ്ടി ക്ലിപ്പിട്ട് ഹീലുള്ള ചെരുപ്പിട്ട് ഷൂ ഇട്ട് നൈസായ ഷർട്ട് ധരിച്ച് പാൻറ് ധരിച്ച് ജീൻസ് ധരിച്ച് അങ്ങനെ നീ ആടിക്കുഴഞ്ഞ് ചാഞ്ചാടി നടക്കുന്ന സഹോദരി, അതുപോലെ നെരിയാണയ്ക്ക് താഴെ പാൻറ് ധരിച്ച് തുണി വലിച്ചടച്ച് പള്ളിയിലേക്ക് വരാതെ മദ്യപിച്ച് പലിശക്ക് പണമെടുത്ത് ലോട്ടറിയിൽ ഏർപ്പെട്ട് കൊള്ളിവെപ്പിലും കൊലപാതകത്തിലും തീവ്രവാദങ്ങളിലും കൊട്ടേഷനുകളും പങ്കെടുത്ത് ഈ ദുനിയാവിന് പോലെ ശാപമായി മാറുന്ന നിന്റെ യൗവനമുണ്ടല്ലോ, അത് നശിപ്പിച്ചു കളയുന്ന യുവാക്കളെ, അത് നശിപ്പിച്ചു കളയുന്ന യുവതികളെ, ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അധാർമികതയുടെ തീച്ചൂളകളായി മാറുന്നവരെ ചിന്തിക്കണേ, ആലോചിക്കണേ. അല്ല നൽകിയ ഈ ബലിഷ്ഠമായ ആരോഗ്യമുണ്ടല്ലോ, കൗമാരത്തിന്റെ ചാപല്യങ്ങളില്ലാത്ത, വാർദ്ധക്യത്തിന്റെ അവശതകളില്ലാത്ത, പ്രസരിപ്പിന്റെ തെളിമയുടെ കാലഘട്ടമായ ഈ യൗവനമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഉപയോഗിച്ചാൽ ഒരു തണലുമില്ലാത്ത മഹ്ശറയിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ മാത്രം ഏൽക്കുന്ന 7 വിഭാഗത്തില് രണ്ടാമത്തെ വിഭാഗം ആരാണ്? ശാബുൻ നശഫി ദീനില്ല, ശാബുൻ നശഫി ഇബാദത്തില്ല. ഇവ മാർഗത്തിൽ നമ്മൾ ഉജ്ജ്വലമായി പ്രവർത്തിക്കട്ടെ. കാരണം നാളെയുടെ ലോകത്തുള്ള വിജയമാണ്. ഈ ദുനിയാവിലെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഉല്ലസിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും ഈ കൊച്ചു ദുനിയാവിന്റെ സുഖങ്ങളിൽ അങ്ങ് നീ മറന്നുപോയാൽ സഹോദരാ, നിന്റെ ശരീരമുണ്ടല്ലോ, സഹോദരി, നിന്റെ ഭംഗിയുള്ള ധർമ്മമുണ്ടല്ലോ, അതെല്ലാം ഉണ്ടാകുന്നത് എന്താ? ഖബറിന്റെ കല്ലുകൾ നീ ഒന്ന് അടർത്തി മാറ്റിക്കോ. ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ. ഇത് കണ്ട് കരയാനും ഒരാളവർക്കില്ലേ, കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നനച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. മരണാനന്തര ജീവിതമെന്ന ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സ്വഹാബത്ത് കരഞ്ഞില്ലേ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, ഈ 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വിടവാങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങള് പള്ളിയിൽ ഒരിക്കൽ ഇങ്ങനെ വിഷണ്ണനായിരിക്കുകയാണ്, ദുഃഖം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് വന്നുകൊണ്ട് തലോടി ചോദിച്ചു, ഇബ്നു മസ്ഊദേ, എന്തിനാണ് നീ ചിന്തിക്കുന്നത്? എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? അവിടുന്ന് കണ്ണുനീര് കുടുകുടാ ഉറ്റിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു പോയെന്ന്, കൈഫന പ്രഭു, നാം എങ്ങനെയാണ് ആഹ്ലാദിക്കുന്നത് നബിയെ? അൽ മൗതു മാമനാ,
നമ്മുടെ മുമ്പിൽ ഒരു മരണം വരാനില്ലേ, വൽ ഖബറു വറാഅനാ, നമ്മുടെ പിന്നിൽ ഒരു ഖബർ ജീവിതമില്ലേ, അൽ ഖിയാമത്തു മൗഇദനാ, ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറയില്ലേ. ഈ മൂന്ന് കടമ്പകൾ താണ്ടാതെ സഹോദരങ്ങളെ ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയോ? അതുകൊണ്ട് ആ മഹ്ശറയില് വലത് കൈയിൽ ഗന്ധമേറ്റ് വാങ്ങി, അതുപോലെ തന്നെ സിറാത്ത് എന്ന പാലത്തിലൂടെ വൈതാടെ മുന്നോട്ട് പോയി അമ്പിയാക്കളുടെ, സ്വാലികളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ ആ സ്വർഗ്ഗത്താവളത്തിൽ ഉന്നതമായ സ്ഥാനം നിനക്ക് പങ്കിടണോ? വസാരിയോ ഇലാ മാഫിറത്തും മിർ റബ്ബിക്കും വജന്ന, അല്ലാഹു തആല ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരണേ, കുതിച്ചു മുന്നേറണേ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 133 അല്ലാഹു തആല പറഞ്ഞതാ, സ്വഹാബത്ത് അതിനു വേണ്ടിയാ മത്സരിച്ചത്. ഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവരെ നിങ്ങൾ മത്സരിക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ അധികാര കസേരയ്ക്ക് വേണ്ടി കാലുവാരലല്ല, അശ്ലീലതയുടെ ആഭാസങ്ങളുടെ, തോന്നിയാസങ്ങളുടെ ചവറുകളിലേക്ക് നീങ്ങലല്ല, ആ ആരോഗ്യവും അഹംഭാവവും കിബറും പങ്കച്ചവും നടിച്ച് പെരുമ നടിച്ച് വീട് വെച്ച് മത്സരിക്കലല്ല, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കലാണ്. കത്തിച്ചലിക്കുന്ന നരകത്തിൽ നിന്ന് തടിയക്കാത്ത് സ്വർഗത്തിൽ പ്രവേശിക്കലല്ലേ ഏറ്റവും വലിയ വിജയമെന്ന് ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 185 നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഫമൻ സുഖ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആര് തന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുവോ അവരാകുന്നു വിജയിച്ച ആളുകൾ. ആ വിജയത്തിന്റെ മാനദണ്ഡമാണ് ഖുർആനും സുന്നത്തും സഹോദരങ്ങളെ. ആ ഖുർആൻ സുന്നത്തുമാകുന്ന ആധാരങ്ങളെ സ്വഹാബത്ത് പഠിച്ച പോലെ, മനസ്സിലാക്കിയ പോലെ, വിശ്വസിച്ച പോലെ, ഉൾക്കൊണ്ട പോലെ, താബികളും അത് കൈമാറി തന്ന പോലെ, അഹ്ലു സുന്നയുടെ സയ്യിദന്മാരായ ഇമാമുകളിലൂടെ അത് കിട്ടിയതുപോലെ, മുജദ്ദിദുകളായ, മുഹദ്ദിസുകളായ, മുഫസ്സിറുകളായ അഹ്ലു സുന്നയുടെ സാരഥികളിലൂടെ, സലഫി മനഹജിലൂടെ, ഫഹ്മിലൂടെ ആ മാർഗം നമുക്ക് കിട്ടിയെങ്കിൽ ഇത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തതാണ്. അല്ലാഹ് നീ സാക്ഷിയാണ്, ഞങ്ങളിവിടെ സംഘടിപ്പിച്ചതും പറഞ്ഞതും നീ കേട്ടിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളുടെ സംസാരം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തരണേ അല്ലാഹ്. സകലമായ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, കെട്ടുകഥകളിൽ നിന്നും, അതുപോലെ തന്നെയുള്ള ഹറാമായ പ്രവണതകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെയും ഈ സമുദായത്തെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനായ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് അതിന്റെ മൂല്യം പരിഗണിച്ച് ധാർമ്മികതയുടെ പടകാഹളം മുഴക്കി മുന്നോട്ട് പോകുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവിന്റെ ദീന് ഈ രൂപത്തിലെ മുസ്ലിം സഹോദരങ്ങൾക്കും, മുസ്ലിം സമൂഹത്തിലെ സഹോദരങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ഒരു നല്ല മൈതാനം ഇത് സംവിധാനിച്ചു തന്നത് നീയാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ, ഈ ഭൂമിയിലെ താൽക്കാലികമായ അവകാശി ആരാണെന്ന് എനിക്കറിയില്ല റബ്ബേ. ഈ സഹോദരങ്ങളിൽ പലർക്കും അറിയില്ല. അല്ലാഹ്, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും യഥാർത്ഥ ഇസ്ലാമിൻ്റെ കൃത്യമായ സന്ദേശങ്ങൾ വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് ആചരിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിച്ച് ഇതുപോലെ ദീനിൻ്റെ പല കാര്യങ്ങളും ഇനിയും ഇവിടെ സമ്മേളനങ്ങളും പൊതുപ്രഭാഷണങ്ങളും അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളും നടത്താനും ദഅവത്ത് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുവാനും എല്ലാം അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഇഹലോക ജീവിതത്തിലെ മഈശത്ത് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും എൽമ കൊണ്ടും നിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അന്ധവിശ്വാസത്തിന്, അനാചാരങ്ങളുടെ, അഹ്ലുസുന്നയുടെ മറവിൽ നടക്കുന്ന സകല തട്ടിപ്പുകളുടെ വലയിലും കുടുങ്ങിയ ആളുകൾക്ക് യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ മുഖം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഈ തെറ്റിദ്ധരിച്ചു പോയ നാനാഭാഗത്തും മീഡിയകൾ പർവ്വതീകരിച്ച് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ മുഴുവനും മലീമസപ്പെടുത്തുന്ന ഈ ഒരു വല്ലാത്ത യുഗത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ അതിൻ്റെ സ്രോതസ്സുകൾ പഠിച്ച് മനസ്സിലാക്കാൻ ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളായ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. നല്ല